വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ ഉച്ചകത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സാമ്പാറും അവിയലും അതുപോലെ പൈനാപ്പിൾ മധുര പച്ചടിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടുനോക്കുക. കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ അവിയലിനും സാമ്പാറിനും വേറെ വേറെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ബുക്ക് വായിക്കുമ്പോഴൊക്കെ വിചാരിക്കും ഇതൊന്ന് പരിചയപ്പെടുത്തണം, ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവും എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നമ്മൾക്ക് വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബുക്കാണ്. ഇത് ആറ്റോമിക് ഹാബിറ്റ്സ്, ജെയിംസ് ക്ലിയർ ആണ് ഇതിൻ്റെ ഓത്തർ. ഇത് മലയാളം ആണ് കേട്ടോ, മലയാളം പതിപ്പാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷനുണ്ട്. ഇതിന് 32 ദിർഹമാണ്. ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഈ ചെറിയ ശീലങ്ങളെ കൊണ്ട് കഴിയും എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം കേട്ടോ. പതിവായിട്ട് നമ്മൾ ചെറിയ ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്താൽ അത് വലിയ വലിയ ഒരു മാറ്റം അതിനെക്കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ഓരോ ദിവസവും 1% വീതം നിങ്ങൾ മെച്ചപ്പെടുത്തുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് 37 ഇരട്ടി നിങ്ങൾക്ക് അതിൽ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ 1% വീതം മോശമായാൽ വർഷാവസാനം നിങ്ങൾ 0 ആയിത്തീരും എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത് നൽകിയിട്ടുള്ള ഒരു പോസിറ്റീവ് എനർജി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്തും ഭയങ്കര മൂഡ് ഓഫ് ആക്കാവുന്ന സമയത്ത് നമ്മളിപ്പം പലതും തലയിൽ ആഗ്രഹങ്ങൾ കയറ്റി വെക്കും. എക്സസൈസ് ചെയ്യണം, യൂട്യൂബ് ചെയ്യണം, വീടൊക്കെ അങ്ങനെ കൊണ്ടടക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറേശ്ശെ ചെയ്യുക. ഞാനിന്ന് 5 മിനിറ്റ് ചെയ്യുക എക്സസൈസ് എന്ന് വിചാരിക്കുക. വീടിൻ്റെ ഒരു ഭാഗം ഇന്ന് വൃത്തിയാക്കുന്നുള്ളൂ വിചാരിക്കുക. അതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മളെ ബെഡ്റൂമിൽ നിന്ന് തുടങ്ങുക. നമ്മൾ വായിക്കുന്ന ടേബിളൊക്കെ ക്ലീനാക്കി കൊണ്ടടക്കുക. ഇത് നമ്മൾ ഡെയിലി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം ചെയ്ത് ബാക്കിയുള്ള ദിവസം അങ്ങനെ ഇരിക്കുക എന്നല്ല. അപ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്ത് ചെയ്താൽ അത് നമ്മളുടെ ഒരു ഹാബിറ്റായി മാറും. എന്നിട്ട് കുറേശ്ശെ കൂട്ടിയെടുക്കുക. അപ്പം അത് ഉണ്ടാക്കുന്ന റിസൾട്ട് വളരെ വലുതായിരിക്കും. ഇപ്പോൾ പഠിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആവും കേട്ടോ, ഈ ടിപ്സ്, ഇതിൽ പറയുന്ന ടിപ്സൊക്കെ. അപ്പം ഇതിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പോയിൻറ്റ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ബുക്ക് കിട്ടുകയാണെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ രീതിയാണ് കേട്ടോ. ആദ്യം തന്നെ പരിപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. 2 വിസിലാണ് ഞാൻ വേവിച്ചത്. എന്നിട്ട് അതിലേക്ക് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ പുളി എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പറ്റുന്ന പല അബദ്ധങ്ങളിലൊന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ മുഴുവൻ ഇടാനൊക്കെ മറന്നു കേട്ടോ. ഞാൻ തക്കാളിയും വലിയുള്ളിയൊക്കെ മറന്നിരുന്നു. നമ്മളാകെ ക്യാമറ അങ്ങോട്ട് പിടിക്കണോ ഇങ്ങോട്ട് പിടിക്കണോ ഒക്കെയുള്ള ശ്രദ്ധയിലായിരിക്കും. പിന്നെയാണ് അതൊന്നും ഇട്ടിട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മയത്. പിന്നെ അതൊക്കെ എടുത്തിട്ട് ഇനി തക്കാളി, പച്ചമുളക്, വലിയുള്ളി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം, നമ്മൾ പുളി ഒഴിക്കുന്നതുകൊണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കറിവേപ്പില എല്ലാം ഇട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഈ സമയത്ത് നമ്മൾ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കില്ല. എന്നിട്ട് കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ വരേണ്ട ആവശ്യമില്ല, പച്ചക്കറിയൊക്കെ കൂടുതൽ വെന്ത് പോവും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെ വിസിലൊക്കെ പോക്കിയിട്ട് തുറക്കുകയും ചെയ്യണം. കാരണം പച്ചക്കറി പെട്ടെന്ന് വേവ് കൂടിപ്പോവും കേട്ടോ. ആ സമയത്ത് ഞാൻ അവിയലും കൂടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിൽ എല്ലാം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരുപാട് സമയം വഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 1 ടീസ്പൂൺ മുളക് പൊടി ഇടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം, ഇത് സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ തേങ്ങ, പച്ചമുളകൊക്കെ ഇട്ടൊന്ന് ഒതുക്കി എടുക്കുകയായിരുന്നു. ആ സമയത്ത് ഇവിടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോയി കേട്ടോ. അപ്പം ഞാൻ വേഗം തേങ്ങയും ഇതിലേക്ക് 2 പച്ചമുളകാണ്, 1/2 കപ്പ് തേങ്ങയിലേക്ക് 2 പച്ചമുളക് ചേർത്താണ് ഒതുക്കി എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത്, അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുത്ത്. തേങ്ങ ഇട്ടൊന്ന് നന്നായി മിക്സായി ചൂടായി വന്നതിന് ശേഷമാണ് തൈര് ഒഴിച്ചു കൊടുത്തത്. തൈര് ഇട്ടതിന് ശേഷം നമ്മൾ തിളപ്പിച്ചെടുക്കൂല കേട്ടോ.
ഇപ്പോൾ ഇതിലെ ഉപ്പിൻ്റെ പാകമൊക്കെ ഒന്ന് നോക്കുക, കുറവുണ്ടെങ്കിലൊന്ന് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് കുറച്ച് കൂടുതൽ ഒഴിക്കണം, നല്ല ടേസ്റ്റാണ്. കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുകയാണ്. അപ്പോൾ എൻ്റെ സാമ്പാറിൽ ഇനി വെണ്ട ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ വെണ്ട നമ്മൾ ലാസ്റ്റാണ് ഇടുക കേട്ടോ. അതിട്ടിട്ടൊന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കുകയാണ്. കൂടുതൽ സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ സാമ്പാറിൻ്റെക്കുള്ള കടുക് വറവിടാണ്. കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കുക. ഉണ്ടമുളകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കായ ഇട്ട് കൊടുത്തിട്ട് ഞാനൊരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടോ, ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ നിറയെ സാമ്പാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ട, വീട് മൊത്തം നല്ലൊരു സ്മെല്ലായിരിക്കും. എന്നിട്ട് നമ്മൾ അത് കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് അത് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ടൊന്ന് ജസ്റ്റ് തിളപ്പിച്ചാൽ മതി, ഒരുപാട് സമയമിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അവസാനമായിട്ട് ഒരു പിടി നിറയെ നമ്മൾ മല്ലിയില എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. സാമ്പാറിൽ മല്ലിയില ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ്. സാമ്പാറൊക്കെ കുറച്ച് സമയം ഇരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇനി അടുത്തത് മീൻ പൊരിക്കുകയാണ്. ഇത് കേദർ ഫിഷാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് അവിടെ കുറച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഫിഷ് മാർക്കറ്റ് പോയിരുന്നു. ഒരുപാട് മീനും കൊണ്ടാണ് വന്നത്. എൻ്റെ ഹസ്ബൻഡിന് ഫിഷ് മാർക്കറ്റ് പോയാലേ ഫിഷ് മാർക്കറ്റ് മൊത്തം വാങ്ങണം എന്നുള്ള ആഗ്രഹം. നമ്മളതിന്മേൽ കുറേ കെട്ടിമറിയണം. പിന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ മീനച്ചാറും മീൻ ബിരിയാണിയും കുറേ പൊരിച്ചും അൽഹംദുലില്ലാ ഒക്കെ തീർത്തു കേട്ടോ. ഇപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അത് പൊരിക്കുന്ന സമയത്ത് നമ്മൾ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കുകയാണ്. പൈനാപ്പിൾ പച്ചടി നല്ല ടേസ്റ്റാണ്. ഇത് 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് വേവിച്ചെടുത്തിട്ട് ഉണ്ടാക്കാം. ഇത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടാണ് ഉണ്ടാക്കിയത്. 2 രീതിയിലും ഞാൻ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ടേസ്റ്റിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. നല്ല മധുരമുള്ള പൈനാപ്പിളാണെങ്കിൽ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നമ്മൾ 2 ടേബിൾ സ്പൂണൊക്കെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുള്ള 1 കപ്പ് തേങ്ങയുണ്ട് കേട്ടോ. ഇത് 2 കപ്പ് പൈനാപ്പിളിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഇതിൻ്റെ കണക്ക്. ഞാൻ 2.5 കപ്പ് പൈനാപ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്കും 2.5 കപ്പാണെങ്കിലും അതിലേക്ക് 1 കപ്പ് തേങ്ങ മതി. അതുപോലെ തന്നെ അതൊന്ന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് തൈര് ഒഴിച്ചെടുക്കുക. തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുക്ക് ചെയ്യില്ല, നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കടുക് വറവിടാണ്. പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ ഉണ്ടമുളകാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് കൂടുതൽ ടേസ്റ്റും കാണാൻ ഭംഗിയൊക്കെ ഉണ്ടമുളകാണ്. അതും കൂടി ഇട്ടിട്ടൊന്ന് വറവിട്ടതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഇത് കാണാൻ ഭംഗിയുള്ളതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിരുന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ സ്റ്റൗവൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഇടുമ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയും കുക്കിംഗ് ഇട്ടാൽ മതി എന്നൊക്കെ. എൻ്റെ ഉമ്മയും എൻ്റെ ഹസ്ബൻഡുമാണ് എൻ്റെ ഓരോ വീഡിയോയും വള്ളി പുള്ളി കണ്ട് എന്നോട് ഓരോന്ന് പറയലിട്ടോ. അവർ കുറേ ക്രിറ്റിസൈസ് ചെയ്യും, നല്ലതും പറയും, പോസിറ്റീവും പറയും, നെഗറ്റീവും പറയും. അപ്പോൾ എനിക്കത് നല്ലൊരു മോട്ടിവേഷനാണ്. പിന്നെ കുക്കിംഗ് മാത്രം ഇടുമ്പോൾ എനിക്കെന്തോ ഒരു പൂർത്തിയാവാത്ത മാതിരി തോന്നില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് പല വീഡിയോസിൽ ക്ലീനിങ് കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര മോട്ടിവേഷൻ കിട്ടും കേട്ടോ. നമുക്ക് അങ്ങനെയൊക്കെ ആക്കി വെക്കണം നമ്മളുടെ വീട് എന്നൊക്കെ തോന്നും. ഞാനങ്ങനെ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. ഇത് ഞാൻ വെള്ളപ്പത്തിനും ദോശക്കും വേണ്ടി അരച്ച് വെച്ചതാണ്. ഇങ്ങനെ ചെയ്തു വെച്ചാൽ നമ്മൾ രാവിലത്തെ കാര്യം നമുക്ക് കുറച്ച് കൂടുതൽ ഈസിയാവും കേട്ടോ. 2-3 ദിവസം പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.